പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ക്രൈസ്തവ ലോകം ആചരിക്കുകയാണ്. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ മണ്ണിൻ്റെ മടിത്തട്ടിൽ ഒരു മനുഷ്യനായി ജനിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി വളർന്ന് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് തുല്യനായി 30 വർഷം രഹസ്യമായി 3 വർഷം പരസ്യമായി ജീവിച്ച് മരക്കുരിശിൽ മരിച്ച് അന്യൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. ഇന്നു മുതൽ ആരംഭിക്കുന്ന ത്രികാല ജപത്തിൽ നാം ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കും: സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും, എന്തെന്നാൽ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നത് മരിച്ച കർത്താവിലല്ല, പിന്നെയോ മരിച്ചതിന് ശേഷം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിലാണ്. ഏവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആദ്യമേ ആശംസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ഒരുപോലെ വെറുക്കുന്ന ശത്രുവാണ് മരണം. ഈ ലോകത്തിലെ സകല ബന്ധങ്ങളെയും വ്യാപാരങ്ങളെയും അവസാനിപ്പിച്ച് ഈ ലോകത്തോട് യാത്ര പറയുന്ന മരണം ഏവർക്കും വേദനാജനകമാണ്. എന്നാൽ മരണത്തിന് അർത്ഥമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് മാലാഖ പറഞ്ഞതായി വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ജീവിച്ചിരിക്കുന്നവനെ എന്തിന് മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നു? അതേ പ്രിയമുള്ളവരെ, മരണം ഒന്നിൻ്റെയും അവസാനമല്ല. നാടുകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചും കല്ലറയ്ക്ക് വെളിയിൽ കല്ലുരുട്ടി വെച്ചും കല്ലറയ്ക്ക് പടയാളികളെ കാവൽ നിർത്തിയും യേശുക്രിസ്തുവിൻ്റെ മരണം ഉറപ്പാക്കിയ പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തിയതാണ് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം. എല്ലാ മൂടിവെച്ച സത്യങ്ങളും പുറത്തു വരാനുള്ളതാണ്. വർദ്ധിത വീര്യത്തോടുകൂടെ പരമമായ സത്യങ്ങൾ അത് ഉയർത്തെഴുന്നേൽക്കും. എല്ലാ മനുഷ്യ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്നേക്കുമായി ഒരു കാര്യവും മൂടിവെക്കുക സാധ്യമല്ല. ഇതാണ് ഉയിർപ്പ് ഞായർ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവന് വീണ്ടും മരിക്കുക സാധ്യമല്ല. അവൻ ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. പുതുശക്തിയായി, പുതുജീവനായി, പുത്തൻ പ്രതീക്ഷയായി അവൻ നമ്മുടെ കൂടെയുണ്ട്. ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ പുത്തൻ പ്രതീക്ഷയുമായി ജീവിതം ആരംഭിക്കാൻ ഈസ്റ്റർ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവനെ കണ്ട് ജീവിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്നും 5 പ്രത്യേക സന്ദർഭങ്ങളെങ്കിലും നിങ്ങളുടെ മുൻപിൽ ഉത്തിതനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ പരിചയപ്പെടുത്തട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 11 മുതൽ തുടങ്ങുന്ന തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തോട്ടക്കാരനെ പോലെ അവളുടെ മുൻപിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മറിയം മഗ്ദലയുടെ പ്രത്യേകത, പാപിനിയായി ജീവിച്ചിരുന്നവൾ ഒരു വേള യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി പാപകരമായ ജീവിതത്തിൽ നിന്ന് മാറി പുണ്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം ആരൊക്കെ ജീവിതത്തിൽ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ അവൻ്റെ മുൻപിലേക്ക് അത്ഭുതകരമായി കടന്നു വരുന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന 2-ാമത്തെ രംഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ തുടങ്ങുന്ന തിരുവചനങ്ങളിലുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് പരിശുദ്ധ കന്യകയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാരെല്ലാവരും
ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഉത്തിതൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സമൂഹാംഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സഭാധികാരികളും സഭാ തനയരും ഒരുമിച്ച് ചേരുമ്പോൾ ഉത്തിതനെ കണ്ടെത്താൻ കഴിയും. ഉത്തിതനെ കണ്ടെത്താൻ കഴിയുന്ന മൂന്നാമത്തെ രംഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 24 മുതൽ തുടങ്ങുന്ന തിരുവചനങ്ങളിൽ തോമാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം ശാഠ്യം പിടിച്ച തോമാശ്ലീഹായുടെ മുൻപിൽ ഉത്തിതൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ആരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്നേഹപൂർവ്വം ശാഠ്യം പിടിക്കുന്നുവോ അവൻ്റെ മുൻപിലേക്ക് ഈശോ അത്ഭുതകരമായി കടന്നു വരും. ഉത്തിതനെ കണ്ടെത്താനുള്ള 4-ാമത്തെ സാധ്യത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അപരിചിതനെ പോലെ കൂട്ടുകിട്ടിയവൻ വഴിയാത്രയ്ക്കൊടുവിൽ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഉത്തിതനെ കണ്ടെത്തുന്ന 4-ാമത്തെ രംഗം അപ്പം മുറിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. ഉത്തിതനെ കണ്ടെത്താനുള്ള 5-ാമത്തെ രംഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലുണ്ട്. 1 മുതൽ തുടങ്ങുന്ന തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന് നഷ്ടപ്പെട്ട ശിഷ്യന്മാർ പരിചയമുള്ള പഴയ പണിയുമായി വള്ളവും വലയുമെടുത്ത് ഗലീല തടാകത്തിലേക്ക് ഒരിക്കൽ കൂടെ ഇറങ്ങിത്തിരിച്ചു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പലപ്പോഴും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയുടെ മധ്യത്തിൽ അപരിചിതനെ പോലെ കടന്നു വരുന്ന യേശുവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി. അതേ പ്രിയമുള്ളവരെ, ഈസ്റ്റർ ദിനത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ജീവിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ. ഈ സത്യം നമുക്ക് തിരിച്ചറിയാം. ഒന്നും മൂടി വയ്ക്കുക സാധ്യമല്ല എന്ന് യേശുവിൻ്റെ ഉത്ഥാനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.